ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഏകദൈവ വിശ്വാസികളാണ്. അവർ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെ രക്ഷിതാവായി ദൈവമായി സ്വീകരിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാന പ്രമാണം തന്നെ ഏകദൈവ വിശ്വാസമാണ്. അപ്പം ദൈവമായി വേറെ ആളിനെ കാണാൻ സാധിക്കില്ല. ഈ കാഴ്ചപ്പാടാണ്. പക്ഷെ അതുള്ള നാടായ ഇന്തോനേഷ്യയിലെ കറൻസിയിൽ ഞാനവിടെ പോയപ്പോൾ കൊണ്ടുവന്ന കറൻസി എൻ്റെ കൈവശമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഗണപതിയുടെ ചിത്രം. ഇവിടെ ആയിരുന്നെങ്കിൽ എന്തൊരു കലാപമുണ്ടാവും. അവിടുത്തെ ബാങ്കിൻ്റെ പേര് റിസർവ് ബാങ്ക് എന്നുള്ളതിന് പറയാം. അവിടുത്തെ ബാങ്കിൻ്റെ പേര് കുബേര ബാങ്ക്. എയർലൈൻസിൻ്റെ പേര് ഗരുഡ എയർലൈൻസ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നഗരം പാടലിപുത്രം, സുഹാർത്തോ, സുകർണു. അതുകൊണ്ട് ഇവിടെ മുസ്ലിം നാമധേയം അറബി നാമധേയം ഉപയോഗിക്കുന്നതല്ല ഞാൻ പറയുന്നത്. അറബിയിൽ നിന്ന് നമുക്ക് കിട്ടിയ സാംസ്കാരിക പൈതൃകമുണ്ട്. ഒക്കെ നമ്മൾ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. ഞാനൊക്കെ പോകുന്ന കോടതി എന്നുള്ള വാക്കുകളാണ്, മുനിസിപ്പൊക്കെ എന്ന് വെച്ചാൽ അറബി പദങ്ങളാണ്. ഞാനതിനെ ഒന്നും എല്ലാത്തിനും സ്വീകരിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ കാര്യത്തിൽ പോലും നമുക്കൊരു ഏകരാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിൽ നമ്മുടെ ഏകതയ്ക്കൊരു ബീജം വേണ്ടേ? അതെവിടെയാ? നമുക്ക് ഒന്നിച്ച് നിൽക്കണ്ടേ? ഈ ആശയത് ഹിമാചലം ഭാരതം ഒന്നായി നിൽക്കണ്ടേ? ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതവിശ്വാസിയും യുക്തിവാദിയും എല്ലാവരും ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു മനോഹരമായ രാജ്യമായി നമുക്ക് മുന്നോട്ട് പോകണ്ടേ? അങ്ങനെ വരുന്ന അവസരത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് ബ്രിട്ടീഷുകാർ കരം പിടിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്തതാണോ? അങ്ങനെയാണെങ്കിൽ വിഷ്ണു പുരാണത്തിൽ ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേച്ഛൈവ ദക്ഷിണം വർഷം തദ് ഭാരതം ആമ ഭാരതീയത്ര സന്തതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള 10,000-4000 കൊല്ലത്തെ പഴക്കമുള്ള വിഷ്ണു പുരാണത്തിൽ ചിത്രീകരിച്ചിട്ട് ആടേതാ? അതേപോലെ തന്നെ ബൃഹസ്പതി ആഗമത്തിൽ ഹിമാലയം സമാരഭ്യ യാഹദിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രശസ്തതേ. ഈ രാജ്യം ഏകമായിരുന്നുള്ള ഈ ഒരു കാര്യം പോലും അടിസ്ഥാന കാര്യത്തെ എന്തിനു നിഷേധിക്കണം? എൻ്റെ ഇവിടെ ഇരിക്കുന്ന മുസ്ലിം സഹോദര സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പൂർവികന്മാർ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1500 കൊല്ലം മുമ്പോ അല്ല 1200 കൊല്ലം മുമ്പോ 1000 കൊല്ലം മുമ്പോ ഒക്കെ ഉള്ള മാറിയ വിശ്വാസം, ആ വിശ്വാസത്തെ മാനിക്കുന്നു. അവരതായി തന്നെ നിലനിൽക്കട്ടെ. പക്ഷെ അതേ സമയത്ത് ഈ പൈതൃകം, ഈ നാടിൻ്റെ മഹത്ത ഇങ്ങനെ 4000 കൊല്ലം മുമ്പ് ഇവർ ഏകരാജ്യമായി നമ്മൾ നിന്നിരുന്നു എന്ന് പറയുമ്പം അതിനെല്ലാം നിരാകരിക്കണം. ഞാൻ മുസ്ലിങ്ങളെ നിരാകരിക്കുന്ന എല്ലാവരും എന്നുള്ള അഭിപ്രായത്തല്ല പറയുന്നത്. ഈ കാഴ്ചപ്പാട് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ഏകരാഷ്ട്രമായി നിൽക്കാൻ നമുക്ക് സാധിക്കാത്ത, ഏക മനസ്സോടെ നമ്മൾ ഒന്നിച്ചു പോകാതെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം തീരുമാനിക്കേണ്ടത് വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരുമ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങളും മറ്റും അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ട് ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണ മേഖലകളിൽ പോകുന്ന അപകടകരമായ സ്ഥിതിയിലേക്കാണ് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആർണോൾഡ് ടോയിൻബിയുടെ ശ്രദ്ധേയമായ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം ഒരു വലിയ ഒരു രാഷ്ട്ര മീമാംസ പഠിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, പുറത്തു നിന്നുള്ള അക്രമം കൊണ്ടല്ല രാഷ്ട്രങ്ങൾ തകരുന്നത്, മറിച്ച് ആന്തരികമായ ശൈഥില്യം കൊണ്ടാണ്. അതേപോലെ പ്രശസ്ത പാശ്ചാത്യ എഴുത്തുകാരനായ ബൈറന്റെ ശ്രദ്ധേയമായ രാഷ്ട്രനിർമ്മാണം 1000കണക്കിന് കൊല്ലത്തെ ശ്രമത്തിൻ്റെ ഫലമാണ് ഒരു രാഷ്ട്ര നിർമ്മാണം നടക്കുന്നത്, ആ പ്രക്രിയ ഉണ്ടാവുന്നത്. പക്ഷേ എത്രയോ കൊല്ലത്തെ അധ്വാനം, 1000കണക്കിന് കൊല്ലത്തെ അധ്വാനം നിമിഷങ്ങൾ കൊണ്ട് തകരുകയാണ് സംഭവിക്കുക. ലോകത്തിലെ പല സംസ്കാരങ്ങളും പല രാജ്യങ്ങളും തകർന്നത് ആ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ക്രാന്തദർശികളായ എല്ലാ വിഭാഗങ്ങളെയും എല്ലാ രാജനൈതികതകളെയും പ്രതിനിധീകരിച്ച നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഈ രാജ്യത്തെ നിയമങ്ങൾ ഒന്നായിരിക്കണം, കഴിയുന്നത്ര ഒന്നായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് നഖശികാന്തം എതിർക്കുന്ന നിലപാട് രാജ്യത്തിൻ്റെ ഒന്നിച്ചുള്ള ഐക്യത്തോടെ നമ്മൾ നിൽക്കാനുള്ള ശ്രമത്തിന് സഹായകമാകില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റായി ഇതിനോട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ പോയിൻ്റ്, ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇന്ത്യ വ്യത്യസ്ത മതങ്ങളുണ്ട്, വ്യത്യസ്ത ഭാഷകളുണ്ട്, വ്യത്യസ്തമായ ജീവിത രീതികളുണ്ട്, ഭക്ഷണക്രമങ്ങളുണ്ട്, വിഭിന്നങ്ങളായ സംസ്ഥാനങ്ങളുണ്ട്, പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാമുള്ള ഒരു രാജ്യത്ത് നമ്മൾ ഏകീകരിച്ച് നിർത്തേണ്ടത് എന്താ? നമ്മൾ ഏകീകരിച്ച് നിർത്തേണ്ടത് എ ഡിസയർ, ഒരഭിലാഷമാണ്. നമുക്ക് ഒന്നിച്ചു നിൽക്കണമെന്നുള്ള അഭിലാഷമാണ് ഈ രാഷ്ട്രത്തെ നിലനിർത്താൻ സഹായകമായിട്ടുള്ളത് അടിസ്ഥാന പ്രമാണമെങ്കിൽ അതിൻ്റെ വേരുകൾ ഊന്നി നിൽക്കുന്നത് നമ്മുടെ ദേശീയത, നമ്മുടെ സാംസ്കാരിക പൈതൃകം, നമ്മുടെ ചരിത്രപരമായ ഏകത ഇതിലാണ്. ആ ഏകതയ്ക്ക് അനുകൂലമായ ഘടകങ്ങളെ ഇല്ലാതാക്കാൻ ഇന്നത്തെ ഈ ഏക സിവിൽ കോഡിനെതിരായിട്ടുള്ള ശ്രമങ്ങൾ വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഞാൻ അടിസ്ഥാനപരമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഈ അഭിപ്രായം ശ്രീധരൻപിള്ളയുടെ BJPയുടെ അഭിപ്രായമല്ല. നമ്മുടെ സുപ്രീം കോടതിയിലെ
ന്യായാധിപന്മാർ ശ്രദ്ധേയമായ നിരവധി വിധിന്യായങ്ങൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. 85-ലെ ഷബാനു ബീഗം കേസിൽ ഈ കാര്യം പരാമർശിച്ചു. അതേപോലെ 95-ൽ സരള മുഡ്ഗൽ കേസിൽ വളരെ ശക്തമായി ഈ കാര്യത്തെപ്പറ്റി എല്ലാ വാദവും കേട്ട ശേഷം ആത്യന്തികമായി അവരുടെ വിധിപ്രഖ്യാപനം വന്നു. പക്ഷേ ഇതിനെ ഒന്നും അംഗീകരിക്കാതെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഹിന്ദുവിനെയും മുസൽമാനെയും പല തട്ടുകളിലായി നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനത്തിനാണ് വോട്ടിലാക്കാക്കിക്കൊണ്ടുള്ള പവർ പൊളിറ്റിക്സ്. ആ പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി പവർ പൊളിറ്റിക്സിൽ വോട്ടാണ് വലുത്, അധികാരമാണ് വലുത്. അതുകൊണ്ട് ആ പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യം, ആത്യന്തികമായി അധികാര രാഷ്ട്രീയമാണോ യഥാർത്ഥ രാഷ്ട്രീയം? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ, നേതാക്കന്മാരുടെ പട്ടിക പറയാൻ പറഞ്ഞാൽ ആദ്യം വരുന്ന പേര് ഗാന്ധിജിയുടേതാണ്, ജയപ്രകാശ് നാരായണൻ്റെ പേര് വരുന്നു, ഗുരുജി ഗോൾവൽക്കറുടെ പേര് വരുന്നു. അവരൊന്നും പവർ പൊളിറ്റിക്സിൻ്റെ ആൾക്കാരായിരുന്നില്ല. അവരൊന്നും ഒരിക്കലും സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജിക്ക് അധികാരം കൈയാളിയ കോൺഗ്രസ് പാർട്ടിയുടെ 4 മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. ജയപ്രകാശ് ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് ആയിരുന്നെങ്കിൽ പിന്നീട് അത് ഉപേക്ഷിച്ച് ഞാൻ രാഷ്ട്രീയത്തിലില്ല എന്ന വിനോബ ഭാവയും ജയപ്രകാശ് നാരായണനും ഒക്കെ അതിനോട് വിട പറഞ്ഞ് കക്ഷി രാഷ്ട്രീയം വേണ്ടെന്ന് പറഞ്ഞവരാണ്. പിന്നീടാണ് അവർ ഏറ്റവും വലിയ JP മൂവ്മെൻറ്റും മറ്റും ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് 77-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, JP അങ്ങ് രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ആകണം. അദ്ദേഹം പറഞ്ഞു, ഐ ആം നോട്ട് ഇൻ പൊളിറ്റിക്സ്, ഐ ആം നോട്ട് ഇൻ പവർ പൊളിറ്റിക്സ്, സോ ഐ ഡോണ്ട് വാണ്ട് എനി പോസ്റ്റ്. ഇവർ രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ? കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് ആരാണ് 20-ാം നൂറ്റാണ്ടെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ പേര് വരുന്നില്ലേ? ജയപ്രകാശ് നാരായണൻ്റെ പേര് വരുന്നില്ലേ? ഇപ്പോൾ അണ്ണാ ഹസാരുടെ പേര് വരുന്നില്ലേ? അവരാരും പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമല്ലല്ലോ. അപ്പോൾ പവർ പൊളിറ്റിക്സിന് മീതെ, അതിന് മുകളിലായി യഥാർത്ഥ രാഷ്ട്രീയം, പീപ്പിൾസ് ഡെമോക്രസി, പീപ്പിൾസ് പൊളിറ്റിക്സ്. ആ പീപ്പിൾ പൊളിറ്റിക്സ് എവിടെ എന്നുള്ളതാണ് കാലികമായ ചോദ്യം. അതുകൊണ്ട് ഇവിടെ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ 44-ാം അനുച്ഛേദം നിർദ്ദേശകത്വങ്ങൾ നടപ്പാക്കേണ്ടി വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അവിടെ പ്രശ്നം നമ്പർ 1, നമ്മുടെ ഭരണഘടനയുടെ കൽപ്പന എന്താ? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ അതിൻ്റെ ആർട്ടിക്കിൾ 21 വരെയുള്ള ഭാഗങ്ങൾ നോക്കുന്ന അവസരത്തിൽ ആദ്യ ചാപ്റ്റർ 2 ചാപ്റ്റർ പരിശോധിക്കുമ്പോൾ 1 സ്ത്രീ പുരുഷ സമത്വം, 2 വിവേചനമില്ലാത്ത തുല്യനീതി. ഈ 2 കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളായി ആവർത്തിച്ച ആർട്ടിക്കിൾ 14-ലും 16-ലും ഒക്കെ പറയുന്ന ഒരു രാജ്യത്ത് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട, നേടിയെടുക്കേണ്ടത് സ്ത്രീ പുരുഷ സമത്വമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ മുസ്ലിം സഹോദരന്മാർ പറയുന്നു, ഹിന്ദു രീതി അനുസരിച്ച് എനിക്കൊരു മകനും മകളുമാണ് ഉള്ളത്, നാളെ എൻ്റെ സ്വത്തിന് അവർ രണ്ടുപേരും തുല്യ അവകാശികളാണ്. ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടിക്ക്, എൻ്റെ മകനും മകൾക്കും രണ്ടുപേർക്കും തുല്യമായ അവകാശം ലഭിക്കുന്ന തുല്യനീതി ആണ് നടപ്പാക്കുന്നതെങ്കിൽ, ഒരു മുസ്ലിം സഹോദരൻ്റെ വീട്ടിൽ അയാളുടെ കുട്ടികളാണും പെണ്ണും 2 മക്കൾ വരുന്ന അവസരത്തിൽ മകന് കിട്ടുന്നതിൻ്റെ പകുതി സ്വത്തിന് അവകാശമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞങ്ങളുടെ മതനിയമമാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പിന്നെ എന്തിനാ ഇന്ത്യൻ ഭരണഘടന? ഭരണഘടനയിൽ എഴുതി വെച്ച വ്യവസ്ഥ അംഗീകരിക്കാൻ ബഹുമത സമൂഹത്തിൽ ഇസ്ലാമിന് ബാധ്യതയില്ലേ? ഇസ്ലാം ഉൾപ്പെടെയുള്ളവരെല്ലാം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കാനോൻ നിയമം, ക്രിസ്ത്യാനികൾക്ക് ബാധകമാകേണ്ട കാനോൻ നിയമത്തിൽ സ്ത്രീക്ക് സ്വത്തവകാശമില്ല? ആ കാനോൻ നിയമത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ മേരി കേസിലെ വിധിയും വന്ന ആ വിധിക്കനുസരിച്ച് നിയമനിർമ്മാണവും നടത്തിയിട്ട് കാനോൻ നിയമം അനുസരിച്ചല്ലല്ലോ ക്രിസ്ത്യാനികളെ സ്വത്തവകാശം ഇപ്പോൾ വിനിയോഗിക്കപ്പെടുന്നത്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ലക്ഷദ്വീപ് 100% മുസ്ലിങ്ങളുടെ ലക്ഷദ്വീപിൽ സ്വത്തവകാശത്തിൻ്റെ കാര്യം വരുമ്പോൾ അവരെല്ലാവരും, ഒരൊറ്റ ഹിന്ദു പോലും ഇല്ലാത്ത ലക്ഷദ്വീപ്, ഞാൻ അവിടെ BJP തുടങ്ങാൻ പോകട്ടെ, എനിക്ക് അവിടുത്തെ ഓരോ മുക്കും മൂലയും അറിയാം. അവിടെ മരുമക്കത്തായ രീതി അവലംബിക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ശരീഅത്ത് നിയമം അനുസരിച്ചാണോ കാര്യങ്ങൾ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ മരുമക്കത്തായ പ്രകാരം അവിടെ സ്വത്ത് വീതം വയ്ക്കുന്ന, അവകാശം വരുന്ന സംവിധാനത്തെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിഭജിക്കാൻ കണ്ട ഏക മാർഗം
ഇന്ത്യയിലെ ജനങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് സമൂഹങ്ങൾ, ഹിന്ദുവും മുസൽമാനും ഒന്നിച്ചു നിന്നുകൂടാ. ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് ഫ്രീഡം ഫോർ സ്ട്രഗിൾ, അതുണ്ടായ അവസരത്തിൽ അതിനെ തുടർന്നുണ്ടായ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ തുടക്കമിട്ടത് ഈ രണ്ട് മതങ്ങളെയും തമ്മിലടിപ്പിച്ചുകൊണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം സഹോദരന്മാർക്ക് ഞങ്ങൾ ശരീഅത്തെ അംഗീകരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ, ക്രിമിനൽ നിയമത്തിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് മതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ മുസ്ലിം ഭരണാധിപന്മാരുടെ കീഴിൽ ആ മുസ്ലിം ഭരണക്രമം അനുസരിച്ച്, അവരുടെ രീതി അനുസരിച്ചും, ഹിന്ദുക്കളുടെ അതനുസരിച്ചും അത് തന്നെ വ്യത്യസ്തമായ ശിക്ഷാ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നില്ലേ? തിരുവിതാംകൂറിൽ വധശിക്ഷ വേണ്ടാന്ന് വെച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. അതേസമയത്ത് മലബാറിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ വധശിക്ഷ ആകാമെന്ന് പറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിരുന്നില്ലേ? ഇതിനെല്ലാം ഒന്നിച്ച് ഏകീകരിച്ചില്ലേ? അങ്ങനെ ഏകീകരിച്ച നിയമത്തിൽ നാളെ ഒരു മോഷണം നടത്തുന്നത് ഹിന്ദുവാണെങ്കിൽ അവന് 2 കൊല്ലത്തെ കഠിന തടവും അല്ലെങ്കിൽ 5 കൊല്ലത്തെ തടവും, മുസ്ലിമാണെങ്കിൽ ആ മുസ്ലിമിന് അവരുടെ മതപരമായ നിയമമനുസരിച്ചുള്ള ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, ഞാൻ അതിനൊന്നും പറഞ്ഞ് ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കൈവെട്ടലോ അല്ല ആ തരത്തിലുള്ള അതിൻ്റെ അകത്തിൽ പറഞ്ഞ ശിക്ഷാ സമ്പ്രദായം വേണമെന്ന് വാദിക്കാൻ തയ്യാറാകൂ. അങ്ങനെ ആയാൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കേണ്ടി വരുന്നത് ക്രിമിനൽ നിയമത്തിൽ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷാ സമ്പ്രദായം നമ്മൾ സ്വീകരിക്കേണ്ടി വന്നാൽ ഉണ്ടാവുന്ന കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന ആർക്കായിരിക്കും? അതുകൊണ്ട് ഓരോ നിയമങ്ങളായി ഇങ്ങനെ ഏകീകരിച്ചു വരികയായിരുന്നു. ആ പ്രക്രിയ തുടങ്ങി. 36-ലാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലെ സിവിൽ നിയമത്തിലുള്ള സ്വത്തവകാശത്തെ സംബന്ധിച്ചുള്ള നിയമത്തിലെ ഏകീകൃതമായ സംവിധാനം കൊണ്ടുവന്നത്. അതിൻ്റെ പശ്ചാത്തലം 36-ൽ പാസ്സാക്കിയ നിയമത്തിൻ്റെ പശ്ചാത്തലം ഒരിക്കലും ഈ ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ചു നിൽക്കരുത്, ഡിവൈഡ് ആൻഡ് റൂൾ. ആ ഭിന്നിപ്പിച്ചു ഭരിക്കൽ തന്ത്രം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും നമ്മുടെ രാജ്യത്ത് തുടരുകയാണ്. ഈ തുടരുന്ന അപകടകരമായ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സംഭവം, 1-2 സംഭവം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മുസ്ലിം ലീഗിൻ്റെ പശ്ചാത്തലമുള്ള ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ സുഹൃത്ത് സംസാരിക്കുന്ന ആൾ, അദ്ദേഹം ഒരു മതസംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാൻ ചോദിക്കട്ടെ, 68-ൽ ജന്തുബലി കേരളത്തിൽ നിരോധിച്ചു. ജന്തുബലി ആചാരപരമായി എത്രയോ അവാന്തര ഹിന്ദു വിഭാഗങ്ങൾ, വിശ്വാസികൾ കൊല്ലങ്ങളായി ഞങ്ങൾക്ക് ജന്തുബലി നടത്തിയിട്ട് അതിൽ സംതൃപ്തി കിട്ടുന്നു, ദൈവം പ്രസാദിക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമായി അത് സ്വീകരിച്ചതല്ലേ? 68-ലെ CH മുഹമ്മദ് കോയയും EMS-ഉമുള്ള മന്ത്രിസഭയല്ലേ കേരളത്തിൽ ജന്തുബലി നിരോധിച്ചത്? അപ്പോൾ ജന്തുബലി നിരോധിച്ചപ്പോൾ അവരുടെ മതപരമായ വിശ്വാസത്തിൻ്റെ, അവരുടെ ആചാരപരമായ വിശ്വാസത്തിൻ്റെ അടിത്തറ തകർത്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ എങ്ങനെ നമ്മൾ പറയാൻ സാധിക്കുക? സതി സമ്പ്രദായം സുപ്രീം കോടതി വരെ കേസെത്തി നിരോധിച്ചപ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചാൽ ഞാൻ തീച്ചാടി മരിക്കും, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ മോക്ഷം കിട്ടും, ഞങ്ങൾ ആത്മാവ് ഒന്നിച്ചവിടെ ജീവിക്കും, സോ ദാറ്റ് ഈസ് മൈ ബേസിക് റൈറ്റ്, ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി അതിനെ തള്ളിയത് എങ്ങനെയാണ്? സുപ്രീം കോടതി അതിനെ തള്ളിയത് ഒരു സാമൂഹ്യക്രമം രൂപപ്പെടുമ്പോൾ ആ സാമൂഹ്യക്രമത്തിനനുസരിച്ച് വ്യക്തിനിഷ്ഠ നിയമങ്ങൾ അതിൽ മാറ്റം വരുത്താം എന്ന് ഉള്ള സുപ്രീം കോടതി വിധിയടിസ്ഥാനത്തിലാണ്. ഹിന്ദു കോഡിന് വേണ്ടി ജവഹർലാൽ നെഹ്റു ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനെ എതിർത്തത് ജനസംഘക്കാരൊന്നുമല്ല. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞ് വ്യക്തി നിയമത്തിലുള്ള കൈകടത്തലാണ്. വ്യക്തി നിയമത്തിലെ കൈകടത്തൽ ആവശ്യമായി വരും. ഒരു പൊതുസമൂഹം, ഒരു രാഷ്ട്രം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടി വരുമ്പോൾ വ്യക്തിഗത സമൂഹത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടി വരും. ആ മാറ്റത്തിന് വേണ്ടി ആളുകളെ സജ്ജമാക്കേണ്ടി വരും. അതിൽ നഷ്ടം വരുന്നവരുണ്ടാകും. അത് ഏത് സാമൂഹിക ക്രമത്തിൻ്റെയും അടിസ്ഥാനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി അതിനെ ന്യായീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശൈശവ വിവാഹം, അപ്പോൾ അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. അതിനെപ്പറ്റിയൊക്കെ അടുത്ത എനിക്ക് ശേഷമുള്ളൊരു പ്രശ്നം, എനിക്ക് സമയമില്ല. എനിക്ക് ശൈശവ വിവാഹം എല്ലാ മതങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ആചാരപരമായി പഴയ കാലം നോക്കിക്കഴിഞ്ഞാൽ 12 വയസ്സിലാണ്, 13 വയസ്സ്, 14 വയസ്സിലാണ്. പക്ഷേ സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സഹോദരിമാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിയമനിർമ്മാണ സംവിധാനം എല്ലാവർക്കും ശൈശവ വിവാഹം 18 വയസ്സാകണം. 18 വയസ്സിലാണ് അഭിപ്രായമെടുത്ത് ഒപ്പിട്ടെങ്കിൽ മാത്രമേ വിലയുള്ളൂ. ആ പ്രായമാകുന്നത് വരെ അത് കഴിഞ്ഞ് വിവാഹം മതിയെന്ന് തീരുമാനിച്ചു. ഇപ്പോഴതിൽ നമ്മുടെ കേരളത്തിലെ സർക്കാർ ഉൾപ്പെടെയുള്ളവർ ഒരു വിവാദം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആ വിവാദം ദൗർഭാഗ്യകരമായി പോയി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഏകോപിപ്പിക്കാനുള്ള ശ്രമത്തിൽ
ഹിന്ദുമതത്തിൻ്റെ നിയമം മുസ്ലിം സഹോദരന്മാർക്ക് അടിച്ചേൽപ്പിക്കലൊന്നുമല്ല. നാളെ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ഹിന്ദു ആചാരപ്രകാരം ചെയ്യുന്നത് പോലെ ചിത കൂട്ടി നമ്മൾ ശവസംസ്കാരം കത്തിച്ചുകൊണ്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വല്ലതി വരുന്നത്. അതൊക്കെ ചെയ്യാം, അതാണ് മതങ്ങൾ. സ്വത്തിൻ്റെ കാര്യം വരുമ്പം, ഒന്നിച്ച് ജീവിക്കേണ്ട കാര്യം വരുമ്പോൾ, ക്ഷേമത്തിൻ്റെ കാര്യം വരുമ്പോൾ, ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഏകത ഉണ്ടാവണം, ഏകതയുടെ ബീജമുണ്ടാകണം. ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഈ വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ ഉദാഹരണം ബംഗ്ലാദേശിൽ ബഹുഭാരത്വം ഇപ്പോൾ ഇല്ല. പാകിസ്ഥാനിൽ ബഹുഭാരത്വം. ആ ബഹുഭാരത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് കല്യാണം കഴിക്കണമെങ്കിൽ സ്പെഷ്യൽ ബോർഡിൻ്റെ സാങ്ഷൻ വാങ്ങണം. ടുണീഷ്യ ഇസ്ലാമിക രാജ്യമാണ്, ബഹുഭാരത്വം നിരോധിച്ചു. ഈജിപ്ത് ഇപ്പം മതരാഷ്ട്രമല്ലെങ്കിലും മതരാഷ്ട്രമായിരുന്ന കാലത്ത് 95-ൽ സ്ത്രീക്ക് പുരുഷനെ മൊഴി ചൊല്ലാനുള്ള അവകാശം കൊടുത്തുകൊണ്ട് ഈക്വലൈസ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഈ മാറ്റം ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മുടെ രാജ്യത്ത് മാത്രം അതില്ല എന്ന് വരുന്ന ദൗർഭാഗ്യകരമാണ്. സാമൂഹ്യമായ നീതിക്ക് നിരക്കുന്നതല്ല. അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ രാഷ്ട്രത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കാനുള്ള ആ അഭിലാഷത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരിക്കണം നിയമനിർമ്മാണങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെയും മതപ്രസ്ഥാനങ്ങളുടെയും ഗതിവിഗതികളും എന്നുള്ളതാണ് ആനുഷാംഗികമായി എനിക്കിവിടെ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നാളെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നാളെ നമ്മൾ ഒരു ഉദാഹരണം എടുക്കാം. നമ്മുടെ തമിഴ്നാട്ടിലെ ആളുകൾ മുഴുവൻ 100% തമിഴ്നാട്ടുകാരും കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഞങ്ങളിതാ ഇന്ത്യ രാജ്യത്ത് നിന്ന് വേറിട്ട് പോയി രാഷ്ട്രമാകാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന പറയുന്നു നോ. ഒരു ഭരണാധിപൻ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ഏത് മതനേതാവ് അധികാരത്തിൽ വന്നാലും ഈ രാഷ്ട്രം ഏകമായി നിർത്തണം, ഇന്നുള്ളതെങ്കിലും നിർത്തണം. ആ നിർത്താനുള്ള ശ്രമത്തിന് വിഘാതമുണ്ടാക്കുന്ന ഒന്നും അത് ജനങ്ങളുടെ അഭിലാഷം നോക്കി, മെജോറിറ്റി നോക്കി. അതുകൊണ്ടാണ് കാശ്മീർ വിട്ടുപോകുന്നത്. കാശ്മീരിലെ ചില പ്രവിശ്യ വിട്ടുപോകാൻ ആഗ്രഹിച്ചാൽ പോലും നമ്മൾ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഹിതപരിശോധന നടത്തണമെന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു കാലഘട്ടത്തിൽ എതിർത്തത്. പക്ഷേ ഇന്ന് അതെല്ലാം പോറി നേരെ റിവേഴ്സ് ഗിയറിൽ ഏതാണ്ട് 47 മുമ്പുള്ള വിഭജനവാദത്തിന് അടിത്തറയിട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലേക്ക് പോകുന്ന വിപത്ത് ഒഴിവാക്കാൻ എല്ലാവരും സഹകരിക്കണം, എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും തോളോട് തോൾ ഒരുമി നിന്നുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന് സഹായകമായ നിലപാട് സ്വീകരിക്കണം. അന്യോന്യം ശൈഥില്യത്തിലേക്ക് പോകുന്ന സമീപനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മർമ്മമായി എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാനുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ തുറന്ന മനസ്സോടെ ചിന്തിക്കുന്ന ഹിന്ദുവും മുസൽമാനും എല്ലാം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയോടെ ഞാൻ നിർത്തുന്നു. നമസ്കാരം. അഭിനന്ദനായ അധ്യക്ഷൻ ഡോക്ടർ കെ രാജേന്ദ്രൻ, ബഹുമാന്യനായ വിഷയാവതാരകൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, വേദിയിലുള്ള ശ്രീ വത്സൻ തില്ലങ്കേരി, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാർ, ഭാരതീയം എന്ന പേരിൽ ഇവിടെ നടക്കപ്പെടുന്ന ഈ ആശയ സംവാദ വേദിയിൽ പങ്കെടുക്കാൻ വിളിക്കപ്പെടുകയും ചെറിയ സന്ദേഹങ്ങൾക്ക് ശേഷം ഇവിടെ എത്തുകയുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ സന്ദേഹങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്ന വിധം വളരെ അച്ചടക്കത്തോടെയും കൗതുകത്തോടെയുമാണ് ഈ സദസ്സ് ഇത് കേൾക്കാനിരിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡും വിവാഹപ്രായ വിവാദവും എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ആദ്യം ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് സൂചിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ അതിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ശ്രീധരൻപിള്ള അവസാനിപ്പിച്ചത് നമ്മളൊരു രാഷ്ട്രമെന്ന നിലയിൽ മുന്നോട്ട് പോകണമെന്നാണ്. സംവാദങ്ങളും ആശയപരമായ വൈരുദ്ധ്യങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴും ഒരു രാജ്യം എന്ന ഏകീകൃതമായ മനോഭാവം എല്ലാവർക്കും ഉണ്ടാകണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. അത് ഇന്ത്യ രാജ്യത്തിൻ്റെ മഹിതമായ പൈതൃകവും പാരമ്പര്യവുമാണ്. നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും പ്രത്യേകത അതാണ് എന്ന് ഇവിടെ ബഹുമാന്യനായ വക്കീൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാനും പറയുന്നതും അത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ മാത്രം നിബദ്ധിതമായി നിന്നിരുന്ന ഒരു പാരമ്പര്യമല്ല.
മറിച്ച് വ്യത്യസ്തമായ ആശയങ്ങളുടെയും വ്യത്യസ്തമായ ചിന്തകളുടെയും ഒക്കെ സമരങ്ങൾ നടന്ന നാടാണ് ഇന്ത്യ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉപനിഷത്തുകളെ അംഗീകരിച്ചവർ, അല്ലെങ്കിൽ വേദോപനിഷത്തുകളുടെ ആധികാരികതയും പ്രമാണങ്ങളെയും അംഗീകരിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്തതോടൊപ്പം തന്നെ ഈ വേദോപനിഷത്തുകൾ എന്ന് പറയുന്നത് ബുദ്ധിപൗരുഷഹീനാനാം ജീവികേതി എന്ന് പറഞ്ഞവരും ഇന്ത്യയിൽ ജീവിച്ചവരാണ്. അതായത് ബുദ്ധിയും പൗരുഷവുമില്ലാത്ത കുറേ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് ഇതിൽ സൂചിപ്പിച്ചത്. വളരെ കർക്കശമായ തരത്തിലുള്ള നിഷേധാത്മകമായ, മതനിരാസാത്മകമായ, ദൈവനിഷേധാത്മകമായ ചിന്തകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ശരിക്കും നമുക്കൊക്കെ അറിയാം, മരിച്ചാൽ പിന്നെ എങ്ങനെയാണ് പിന്നെ ഈ ഭസ്മീഭൂതമായ ശരീരത്തിനൊരു പുനർജന്മം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചവർ ഇന്ത്യയിലുണ്ടായി. ഭസ്മീഭൂതസ്യ ശരീരസ്യ പുനരുജ്ജീവനം കുത, എവിടെ നിന്നാണ് ഈ ഭസ്മീഭൂതമായ ശരീരം പിന്നെ പുനർജനിക്കുന്നത് എന്ന് ചോദിക്കപ്പെടുന്നുണ്ട്. അത്തരം ചാർവാകന്മാരുടെ ദാർശനികതയെയും ഇന്ത്യ അംഗീകരിച്ചു എന്നർത്ഥം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചാർവാകന്മാരുടെ ദാർശനികതയെ അന്യം നിന്നു പോകാമായിരുന്ന ഒരു ചരിത്ര ശ്രേണിയിൽ നിന്ന് വളരെ കൃത്യമായി അതിനു മുമ്പിൽ നിർത്തി, സിദ്ധാന്ത പൂർവപക്ഷങ്ങളുടെ പേരിൽ പരസ്പരം കൃത്യമാക്കി നിർത്തി സൈദ്ധാന്തികനായ ആചാര്യന്മാർ തർക്കിക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന പൂർവപക്ഷിയും ഈ അർത്ഥത്തിലുണ്ടായിരുന്ന ഈ ചർവാകന്മാരായിരുന്നു. പക്ഷെ അവരെ മാനിക്കാൻ കഴിഞ്ഞിരുന്നു, അവരെ അംഗീകരിക്കാൻ സാധിച്ചിരുന്നു. മറ്റൊരു വ്യത്യസ്തമായ അഭിപ്രായത്തെ അംഗീകരിക്കാനും ആ അഭിപ്രായത്തിന് തൻ്റെ ധിഷണ കൊണ്ട് മാത്രം മറുപടി പറയുകയും ചെയ്യുന്ന ഒരു വലിയ പാരമ്പര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഈ രാജ്യത്തിൻ്റെ ഈ മഹത്തായ പാരമ്പര്യമാണ്. ഞാൻ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാളേറെ ഈ രാജ്യത്തിൻ്റെ ഭൗമപരമായ അതിൻ്റെ അതിർത്തികളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. ഞാൻ ആ അതിർത്തികളെ അങ്ങനെ തന്നെ അംഗീകരിക്കും. അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മ എന്ന് തുടങ്ങി വാത്മീകി ഇങ്ങ് മുതൽ അങ്ങ് വരെ കാണിച്ചു തന്ന ഒരു ഭൂപ്രദേശമുണ്ട് ഭാരതത്തിൽ. ആ ഭാരതം കാലങ്ങളുടെയും നിരന്തരമായ നൂറ്റാണ്ടുകളുടെ കാലപ്രവാഹങ്ങൾക്കിടയിൽ പോലും എല്ലാത്തിനെയും അതിജയിച്ച് കടന്നു വന്നതാണ് ആ ഭാരതം. അതിൻ്റെ ഈ വലിപ്പത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പറയാം, അതിനൊരു ഏകീകൃതമായ ശിലാരൂപം ഉണ്ടായിരുന്നില്ല. മറിച്ച് അതിനുണ്ടായിരുന്നത് വ്യത്യസ്തതകളായിരുന്നു. ആ വ്യത്യസ്തതകളെ മാനിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു സഹിഷ്ണുതയാണ്. ആ വ്യത്യസ്തതകളെ ആദരിക്കാനും സ്നേഹിക്കാനും സാധിച്ചിരുന്നൊരു സഹിഷ്ണുതയാണ്. അതുകൊണ്ടാണ് പ്രധാനമല്ല എന്ന് വിളിക്കുന്നുണ്ട് ശങ്കരൻ കപിലനെ. പക്ഷേ ശങ്കരനും കപിലനുമൊക്കെ രണ്ട് വ്യത്യസ്തമായ ചിന്തകൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ പുത്രന്മാരായി നമുക്ക് കാണാൻ സാധിക്കും. മാധ്വന്റെയും രാമാനുജന്റെയും ശങ്കരന്റെയും വ്യത്യസ്തമായ തരത്തിലുള്ള ചിന്തകളാണ്. ശങ്കരൻ പറഞ്ഞതല്ല മാധ്വൻ പറഞ്ഞത്. ദ്വൈതം എന്നാണ് മാധ്വൻ പറഞ്ഞത്, അദ്വൈതം എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. ഈ കാണുന്നതെല്ലാം ഒരു മിഥ്യയാണെന്ന് പറയുകയായിരുന്നു ശങ്കരാചാര്യർ ചെയ്തത്. ആകെ കോടിക്കണക്കിന് വരുന്ന ശ്ലോകങ്ങളിൽ പറഞ്ഞത് ഞാൻ ഒരൊറ്റ അർദ്ധശ്ലോകം കണ്ട് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അർദ്ധശ്ലോകേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി. ഗ്രന്ഥകോടികളിൽ പറഞ്ഞത് ഒരു അർദ്ധശ്ലോകത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. അത് ബ്രഹ്മസത്യം ജഗദ്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര എന്നാണ്. ബ്രഹ്മസത്യം, ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത്. എന്നാൽ ജഗത്ത് മിഥ്യയാണ് എന്ന വാദത്തിൻ്റെ അങ്ങേ തലക്കിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്താൽ നമ്മളൊക്കെയും ഈ ഇരിക്കുന്നത് പോലും മിഥ്യയാണ്. ഈ പ്രഭാഷണത്തിൻ്റെ ഈ പ്രഭാഷകന്റെ മുമ്പിലിരിക്കുന്ന ഈ ശബ്ദത്തെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണമാകുന്ന മൈക്കും മിഥ്യയാണ്. ഈ പ്രപഞ്ചം മിഥ്യയാണ്. ജീവോ ബ്രഹ്മൈവ, ജീവൻ മാത്രമാണ്. ജീവോ ബ്രഹ്മൈവ, ജീവനാണ് ബ്രഹ്മം. ന അപര, അതല്ലാത്ത മറ്റൊന്നില്ല. പക്ഷെ ദ്വൈതത്തെക്കുറിച്ചാണ് മാധ്വൻ പറഞ്ഞത്. വിശിഷ്ടാദ്വൈതത്തെക്കുറിച്ചാണ് രാമാനുജൻ പറഞ്ഞത്. കപിലന് മറ്റൊരു ചിന്തയായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ദാർശനികതകൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്ന ഈ വ്യത്യസ്തമായ ചിന്തകളും അത്തരത്തിലുണ്ടായിരുന്ന വൈരുദ്ധ്യങ്ങളും അത്തരത്തിലുണ്ടായിരുന്ന ആശയപരമായ സമരങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വസിഷ്ഠമുനിയോടൊപ്പം ഇരുന്ന ജാബാലിയെ ദശരഥ മഹാരാജാവിൻ്റെ സദസ്സിൽ രണ്ട് വ്യത്യസ്തമായ ആശയങ്ങൾ ഒരുമിച്ചിരുത്താൻ കഴിഞ്ഞു എന്നതാണ് ഇന്ത്യയുടെ മഹത്വം. ഞാൻ ആ ഇന്ത്യയെ മാനിക്കുന്നു, ആ ഇന്ത്യയെ ബഹുമാനിക്കുന്നു.
ആ ഭാരതത്തിൻ്റെ വലുപ്പത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. മറ്റു രാജ്യങ്ങളില്ലാത്ത വിധം ഇന്ത്യയിൽ എല്ലാ വിഭാഗത്തിനും അവരവരുടേതായ ആശയങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ ആചാരങ്ങളെ വ്യത്യസ്തമായി ആചരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യ തന്നതാണ്. ഒരുപക്ഷെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നൊന്നും എനിക്ക് വാദമില്ല. ഈ ഭരണഘടന, നമ്മുടെ ഭരണഘടന നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും കൃത്യമായി ഉൾക്കൊള്ളുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ അകക്കാമ്പ് മുഴുവൻ നിൽക്കുന്നത് ഈ സഹിഷ്ണുതയിലാണ്, ഒരു ഹാർമണിയിലാണ്. ആ ഹാർമണിയാണ് പ്രധാനം. അവിടെ നമുക്ക് തർക്കമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ ഈ തർക്കങ്ങളുടെ ആവശ്യമേ ഉണ്ടാകുന്നില്ല. ഒരു ഏകീകൃതമായ ഒരു ശിലാരൂപിതമായ സ്വഭാവത്തിൽ തന്നെ നിൽക്കാതെ തന്നെ വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടും സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ മതി. അവിടെ വിദ്വേഷത്തിനോ വൈരാഗ്യത്തിനോ യാതൊരു സ്ഥാനമില്ല. നമ്മുടെ ഈ ചരിത്രത്തിൻ്റെ ഇന്നലകൾ ഇഴകി നീട്ടി നോക്കുമ്പോഴുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവിടെ ഉണ്ടായതിൽ ഞാൻ കാണുന്നത് ഏറ്റവും പ്രധാനമായും രാഷ്ട്രീയമായ സ്വാർത്ഥതയുടെയും താല്പര്യത്തിൻ്റെയും ഭാഗമാണ്. അതിന് മതമായി ബന്ധമില്ല, അതിന് ദർശനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അത് ഇന്ത്യയുടെ ആത്മാവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഇന്നലകളിൽ നടന്നതും ഇന്നു നടക്കുന്നതും നടന്നുകൊണ്ടേയിരിക്കുന്നതും ആ അർത്ഥത്തിലുള്ള സ്വാർത്ഥതകളാണ്. ഇന്ത്യയുടെ ദാർശനിക മണ്ഡലം ഏറ്റവും പ്രധാനമായി പറഞ്ഞ സ്വന്തം താല്പര്യങ്ങളെ ജയിക്കാൻ സാധിക്കാതെ പോയ സ്വാർത്ഥംബരികളായ രാഷ്ട്രീയക്കാരനാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വാദങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതിലെല്ലാവരും ഉണ്ടാവും. അതിൽ മതത്തിൻ്റെ ആചാരപരതകളെ മുഴുവനും വല്ലാതെ സന്നിവേശിപ്പിച്ചവരുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ പറയുന്ന ഒന്നുണ്ട്, ശരിക്കും ഈശ്വരൻ ഇരിക്കേണ്ട സ്ഥലം ഹൃദയമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിനുവേണ്ടിയും വേലി കെട്ടിവെച്ചു. മതത്തിൻ്റെ ആഴവും അതിൻ്റെ കാമ്പും എടുക്കേണ്ടി വരുന്നിടത്ത് നാം കാണുന്നത് ഇതാണ്. ദൈവത്തെ സ്നേഹത്തോടെ കാണുകയും ദൈവത്തെ അങ്ങനെ അറിയുകയും ചെയ്യുക. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് കാണാം. പ്രാർത്ഥനയെ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നതാണ്. ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദയദേശത്തിരിക്കുകയാണ്. അത് പറഞ്ഞു പോകുമ്പോഴാണ് ഈ ആചാരപരതകൾ മുഴുവനും നിലനിൽക്കുകയും ഇത്തരത്തിലുള്ള ചിന്തകൾ ദാർശനികമായി പറയുകയും ചെയ്യുന്നവർക്ക് സ്വന്തം വ്യക്തിജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ സാധിക്കാതെ പോയപ്പോഴാണ് മിഥ്യാചാര എന്ന് തന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞു വെച്ചത്. മിഥ്യാചാര, കപടമുനിയാണ് അവൻ. നാരായണ ഗുരുവും അത് പറയുന്നുണ്ട്, കപടമുനി എന്ന് തന്നെ. കപടമുനിക്ക് ത്രിപുടി മുടിഞ്ഞു കിട്ടുന്ന വലിയ ആധ്യാത്മികമായ പ്രഭാവം സാധ്യമാകുന്നില്ല എന്ന് തന്നെ നാരായണ മുനി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വ്യത്യസ്തതകളെ അംഗീകരിക്കാൻ എന്തേ നമുക്ക് പ്രശ്നം? ഈ വ്യത്യസ്തതകളെ അംഗീകരിച്ചു എന്നതുകൊണ്ട് നമുക്കെന്താ സംഭവിക്കുന്നത്? ഈ വൈവിധ്യങ്ങൾ ഉണ്ടായിരിക്കെ, ആ വൈവിധ്യങ്ങൾക്ക് മേൽ ഉണ്ടായിത്തീരുന്ന ധൈഷണികമായ സംവാദങ്ങൾ നടന്നിരിക്കെ, ആ വൈവിധ്യങ്ങൾ അരക്കിട്ടുറപ്പിക്കാനും തൻ്റെ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ തൻ്റെ ആശയത്തെ സ്ഥാപിക്കാനും വേണ്ടി ഞാൻ ജനിച്ച നാടാകുന്ന കാലടിയിൽ നിന്ന് അങ്ങ് കശ്മീരം വരെ ആശയസമരത്തിൻ്റെ പോരാട്ട വഴിയായി യാത്ര നടത്തിയിരുന്ന ശങ്കരാചാര്യരെ, ഈ ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്ന ഈ ധൈഷണിക മാത്സര്യത്തിൻ്റെയും ധൈഷണികമായ ഈ സമരങ്ങളുടെയും ചിന്തയും അതിൻ്റെ ചരിത്രവും പഠിച്ചപ്പോൾ മാക്സ് മുള്ളർ പോലും ഇന്ത്യയുടെ ഗ്രാമങ്ങൾ അത്ഭുതമാണെന്ന് പറയുന്ന വിധത്തിലേക്ക് എത്തിച്ചതിനു കാരണം ഈ ധൈഷണിക സമരങ്ങൾ നിലനിൽക്കണം എന്നേ ഞാൻ പറയും. അത് ഇന്ത്യയെ പ്രോജ്വലിപ്പിക്കുകയുള്ളൂ. അവിടെ ഈ ആചാരങ്ങളുടെ വൈവിധ്യം ഉണ്ടാകണം, ആ വൈവിധ്യങ്ങൾ നിലനിൽക്കണം. ആ വൈവിധ്യം നിലനിൽക്കണമെന്നാണ് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് പറഞ്ഞു തരുന്നത്. ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ആണ്, നിർദ്ദേശക തത്വങ്ങളാണ്. അതിൽ മദ്യനിരോധനം ഉൾപ്പെടെ ഗാന്ധിജിയുടെ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ എല്ലാവരും ഒരുപോലെയാകാൻ കഴിയുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ചൊക്കെ നമുക്ക് സ്വപ്നം കാണും. പക്ഷേ ഇന്ത്യയിൽ ഒരേ മതവിഭാഗമെന്നോ ഒരേ വിശ്വാസമെന്നോ പറഞ്ഞു നിൽക്കുന്നവർക്കിടയിൽ പോലും അത്തരത്തിൽ ആചാരപരമായ ഐക്യമത്യമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണ്. അതുകൊണ്ടാണ് ഇന്ത്യ അതിൻ്റെ ആർട്ടിക്കിൾ 25 കുറിച്ച് വളരെ കൃത്യമായി പറയേണ്ടത്. അവിടെ വളരെ മനോഹരമായി
വക്കീൽ അവിടെ നിന്നൊന്നും പതുക്കെ മാറി എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വളരെ കൃത്യമായി ആർട്ടിക്കിൾ 25 ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്: സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ ആൻഡ് മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. നമ്മുടെ ഈ രാജ്യത്തിന്റെ സാമൂഹികാവസ്ഥ എന്ന് പറയുന്നത് പ്രധാനമാണ്. സാമൂഹികാവസ്ഥയിൽ നിലനിൽക്കുന്നിടത്ത് എന്താണ് ക്രിമിനൽ എന്ന്, എന്താണ് കുറ്റകൃത്യമെന്ന് രാജ്യ നിയമമാക്കി വെച്ചിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിവക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവിടെ ഒരു സാധു സ്ത്രീയെ കൊണ്ടുപോയി ഭർത്താവിന്റെ ചിതയിൽ കൊണ്ടുപോയി ആത്മഹൂതി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതിനെ എങ്ങനെ അംഗീകരിക്കാനാണ്? പബ്ലിക് ടു സോഷ്യൽ ഓർഡർ, ഹെൽത്ത് ആൻഡ് മൊറാലിറ്റി. അതുപോലെ തന്നെയാണ് ആരോഗ്യം, സാമൂഹികാരോഗ്യം, സാമൂഹിക സദാചാരത. അതെല്ലാം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ all persons are equally entitled to freedom of conscience and the right freely to practice, profess and propagate religion എന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ പറഞ്ഞു തരുന്നതാണ്. ഇത് ഇന്ത്യയുടെ ദേശീയ നേതൃത്വം അംഗീകരിക്കുകയും അതിൽ യാതൊരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത മാറ്റത്തിന്റെ ഭാഗമായി അമെൻഡ് ചെയ്യുന്നിടത്ത് പോലും സങ്കീർണതകൾ വച്ചുവെക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ മൗലികാവകാശങ്ങൾ, ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ. ആ മൗലിക അവകാശങ്ങൾ വളരെ പ്രധാനമായി പറയുന്നിടത്ത്, നമ്മുടെ ഭരണഘടനയുടെ കോൺസ്റ്റോൺ എന്ന് പറയുന്നിടത്ത് വളരെ വ്യക്തമായി പറയുന്നത് ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്. എല്ലാവർക്കും ആകാം അവരവരുടെ വിശ്വാസങ്ങൾ, അവരവരുടെ ആചാരങ്ങൾ, അത് ടു പ്രാക്ടീസ്, അത് പ്രാക്ടീസ് ചെയ്യാൻ, പ്രൊഫേസ്, അത് പ്രഘോഷണം ചെയ്യാൻ, പ്രൊപ്പഗേറ്റ്, അത് പ്രബോധനം ചെയ്യാൻ. എല്ലാവർക്കും അവരവരുടേതായ അവകാശങ്ങളും ആചാരങ്ങളുടേതായ സ്വാതന്ത്ര്യവും നൽകുന്നു ഇന്ത്യ നൽകുന്നു. ആർട്ടിക്കിൾ 29 വരുമ്പോൾ വളരെ കൃത്യമായി ഇങ്ങനെ കൂടി പറയുന്നു, അത് ഈ രാജ്യത്തിന്റെ വലിപ്പം തന്നെയാണ്. ഈ രാജ്യത്തിന്റെ വലിപ്പമാണ് ഏത് ന്യൂനപക്ഷങ്ങൾക്കും അവരവരുടെ ന്യൂനപക്ഷ സംസ്കൃതിയെ നിലനിർത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ കൊടുക്കുന്നു. അത് ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന ഭരണഘടനാസിദ്ധമായ, ഭരണഘടനാ ശില്പികളായ, പ്രഗത്ഭരും പ്രതിപാദനന്മാരുമായ നമ്മുടെ ഭരണഘടനാ ശില്പികൾ തന്നെ തന്നുവച്ചതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി കൾച്ചർ, മൈനോറിറ്റി സ്ക്രിപ്റ്റ്, ലാംഗ്വേജ് എല്ലാം വളരെ വിശദമായി ഇത് ചർച്ച ചെയ്യുന്നിടത്ത് പ്രഗത്ഭരായ ഭരണഘടനാ വിശാരദന്മാർ ഇങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നു: ഇഫ് ദർ ഇസ് എനി മൈനോറിറ്റി കൾച്ചർ which wants to preserve its culture, script and language, the state shall not impose upon it any culture which may be locals or otherwise എന്ന് തന്നെ പറയുന്നുണ്ട്. ഒരു വിഭാഗത്തിന് അവരുടെ മതത്തെ, അവരുടെ സംസ്കാരത്തെ, അവരുടെ ഭാഷയെ സംരക്ഷിക്കണമെന്ന് വന്നാൽ രാഷ്ട്രം അതിന്മേൽ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുവരെ നമ്മുടെ ഈ ഭരണഘടന വിശാരദന്മാർ അതിനെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നു. ഇത് സംബന്ധമായി വളരെ കൃത്യമായി ഞാൻ പിന്നെ ഒരു തർക്കത്തിലേക്ക് പോകാനല്ലെങ്കിലും പറയുന്നു, 986 ഇന്ത്യയുടെ സുപ്രീം കോർട്ട് കേരളത്തിൽ നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു കേസെടുത്തു. നാഷണൽ ആന്തം, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ദേശീയ ഗാനം ചൊല്ലില്ല, പക്ഷേ ഞങ്ങൾ ആദരിച്ചു നിൽക്കും എന്ന് പറഞ്ഞു യഹോവ വിറ്റ്നസസ്, യഹോവ സാക്ഷികൾ. എന്തേ ചെയ്തത്? നമ്മുടെ സ്കൂൾ അധികൃതർ ആ കുട്ടികളെ സസ്പെൻഡ് ചെയ്തു, അവരെ പഠിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ ചട്ടങ്ങൾ അതിനെതിരായി നിന്നു. പക്ഷേ അത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അതിനെ വളരെ കണിശമായി, വളരെ കലുങ്കുഷമായ വിചാരങ്ങൾക്ക് ശേഷം നമ്മുടെ ഭരണഘടന വൈശരഥ്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ തലതൊട്ടപ്പന്മാരായ ഇന്ത്യയുടെ സുപ്രീം കോടതി ന്യായാധിപന്മാർ പറഞ്ഞു വച്ചത്, ഈ കുട്ടികളെ നിങ്ങൾ വീണ്ടും സ്കൂളിൽ പുനഃപ്രവേശനം നടത്തണം. ഈ കുട്ടികൾക്ക് സംഭവിച്ചു പോയ നഷ്ടം സ്കൂൾ അധികൃതർ തന്നെ തികച്ചു കൊടുക്കേണ്ടതുണ്ട്, അവർക്ക് ട്യൂഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇനി പിന്നെ പറഞ്ഞതോ, അവസാനം ആ ജഡ്ജ്മെന്റിൽ ഇങ്ങനെ ചേർക്കുന്നുണ്ട്, വി വിഷ് ടു ആഡ്, ഞങ്ങൾ ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, അവർ ട്രഡിഷൻ പ്രീച്ചസ് ഹാർമണി, അവർ ഹിസ്റ്ററി പ്രീച്ചസ് ഹാർമണി, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ടീച്ചസ് ഹാർമണി, പ്രാക്ടീസസ് ഹാർമണി എന്നാണ്. Let us not dilute it. Let us not dilute it. Let us not dilute it. അങ്ങനെ തന്നെയാണ് അത് അവസാനിപ്പിച്ചത്. നമ്മുടെ ഭരണഘടന പറയുന്നത്, നമ്മുടെ ചരിത്രം പറഞ്ഞു തരുന്നത്, നമ്മുടെ ഈ പാരമ്പര്യം പറഞ്ഞു തരുന്നത് ഹാർമണിയാണ്, സഹിഷ്ണുതയാണ്.
സമന്വയമല്ല, സഹിഷ്ണുതയാണ്. ഞാൻ ഈ മതസൗഹാർദ്ദ സമ്മേളനങ്ങളിൽ പോകുമ്പോൾ പറയാറുണ്ട്, മതസൗഹാർദ്ദമല്ല, തെറ്റാണ്, ആ പദപ്രയോഗം തന്നെ തെറ്റാണ്. മറിച്ച് മനുഷ്യ ഐക്യമാണ്, പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയലാണ്. അത് ഇന്ത്യ പഠിപ്പിച്ചോടത്തോളം ലോകത്ത് മറ്റൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയും ഞാൻ പറയും. നമ്മുടെ രാജ്യം അക്കാര്യത്തിൽ മുന്നേ നടന്നിട്ടുണ്ട്. സഹിഷ്ണുതയാണ്. ഒരേ മതങ്ങൾ അല്ലെങ്കിൽ ഒരേ ചിന്തകൾ എന്ന് മാത്രം പറയുകയല്ല, അതൊരു വാശിയാണ്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഫാസിസമാണ്. എനിക്ക് ഭക്ഷണം കഴിക്കുന്നിടത്ത് എൻ്റെ അഭിരുചി ഉണ്ടാവും, എൻ്റെ സഹോദരൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ അഭിരുചി ഉണ്ടാവും. ഈ രണ്ട് അഭിരുചികളും ഒന്നാകണമെന്ന് പറയുന്നതാണ് സത്യത്തിൽ മതങ്ങൾ ഒന്നാകണം എന്ന് പറയുന്നത്. മതങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒന്നാക്കണമെന്ന് പറയുന്നത്. മറിച്ച് ഈ സാമൂഹിക നിയമങ്ങളുടെ നമ്മുടെ രാജ്യമെന്ന ഈ കെട്ടുറപ്പിനെ, ഭദ്രമായ കെട്ടുറപ്പിന് ബാധിക്കാത്ത വിധം മുന്നോട്ട് പോകുന്നിടത്ത് അവിടെ പ്രശ്നമില്ലാതെ ഈ ഭരണഘടനയെ അംഗീകരിച്ചു പോകുക എന്നതാണ്. അതുകൊണ്ടാണ് 86 ഈ പ്രശ്നത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോർട്ട് പറഞ്ഞത്, ഈ കുട്ടികൾക്ക് അവരുടെ വിശ്വാസത്തെ, ആചാരത്തെ അനുഷ്ഠിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. അവരെ അഡ്മിറ്റ് ചെയ്യണം. അവരെ അഡ്മിറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട വിധം അവരുടെ നഷ്ടപ്പെട്ടു പോയ സ്കൂൾ ട്യൂഷൻ ചെയ്തു കൊടുക്കുകയും വേണം എന്നാണ് ഇന്ത്യയുടെ ഭരണഘടന പഠിപ്പിക്കുന്ന പ്രകാരം ഇന്ത്യയുടെ സുപ്രീം കോർട്ട് പറഞ്ഞു വച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഉണ്ടാകണം, നിലനിൽക്കണം. അവിടെ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യവും ഈ രാജ്യത്തിൻ്റെ പൈതൃകവും പഠിപ്പിച്ചു തരുന്നതും ആ അർത്ഥത്തിൽ തന്നെയാണ്. ആചാരങ്ങളുടെ വൈവിധ്യങ്ങളാണ്. എന്തിന്? ഋഗ്വേദം പോലും പറഞ്ഞു വരുന്നത് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ദൈവം ഒന്നാണ്, പക്ഷേ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ?